എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം ആമയും കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു. ഈ സമയത്ത് അഭിരാമി പറഞ്ഞു, അല്ല ഗൗതം, നമ്മൾ ഇനി എവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഒരു പക്ഷേങ്കില് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലോ? ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, ഇനി അതോർത്ത് പേടിക്കണ്ട, ഞാൻ ഡിസ്ചാർജിനെ കുറിച്ച് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടർ ഡിസ്ചാർജ് തരാന്ന് പറഞ്ഞു. അല്ല അപ്പം ഇപ്പൊ ഗൗതമല്ലേ പറഞ്ഞ ഡിസ്ചാർജ് തരത്തില്ലാന്ന് ഡോക്ടർ പറഞ്ഞത്? ഞാൻ ഡോക്ടറെ കയ്യേക്കാലെ പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ തരാന്ന് പറഞ്ഞു. പക്ഷേങ്കില് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം പോലും, എന്റെ സ്വന്തം റിസ്കില് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ്. അതെന്താ അങ്ങനെ? അല്ല, ഇപ്പം അഭിരാമിയുടെ കണ്ടീഷൻ ശരിയല്ലോ, അപ്പൊ അതുകൊണ്ട്. കാരണം ഈ ഹോസ്പിറ്റൽ ഡോക്ടർക്ക് ഉത്തരവാദിത്വമില്ല. ഇനി ഇപ്പൊ ആമയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാല് എന്റെ സ്വന്തം റിസ്കില്, ഭർത്താവിന്റെ സ്വന്തം റിസ്കിൽ പോവാന്ന് എഴുതി ഒപ്പിട്ട് വെക്കണോന്ന്. ഇത് കേട്ടതും ഒരു നിമിഷം അഭിരാമി ഒന്ന് ചിന്തിച്ചു. അഭിരാമി പെട്ടെന്ന് പറഞ്ഞു, ഒരു തീവ്രവാദിയെ ഞാൻ, എന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ആ ഒരു എന്നെയാണ് രക്ഷിക്കാനായിട്ട് ഗൗതം നോക്കുന്നത്. പക്ഷെ ഇതെങ്ങാനും ആ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്യും, ഇല്ലെങ്കിൽ അയാൾക്ക് പറ്റുമെങ്കിൽ അയാൾ എന്നെ കൊല്ലുകയും ചെയ്യും. അല്ലേന്ന് ചോദിക്കോ? ഇതേട്ടപ്പം ഗൗതം പറഞ്ഞു, അതെ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണ്ട. ആബി പറഞ്ഞു, അങ്ങനെയില്ലെന്ന് ആര് കണ്ടു എന്നും പറഞ്ഞ് ആമി ചിരിക്കുകയാണ്. ഈ ചിരി കേട്ടപ്പം ഗൗതം ചോദിച്ചു, ആമിക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ല പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചിരിക്കും ഗൗതം, കാരണം എന്താണെന്നറിയാവോ? ചില സമയത്തൊക്കെ എന്റെ മനസ്സിലൊരു നിർവികാരതയാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചേക്കുവാണെന്ന് പോലും എനിക്ക് സംശയങ്ങൾ തോന്നും. കാരണം അത്രമാത്രം ചില സമയത്ത് സങ്കടങ്ങൾ മനസ്സിലുണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുക. എനിക്ക് അത് തന്നെ ഒരു അത്ഭുതമാണെന്ന് പറയാം. എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കണേന്ന് പറയാം. ഗൗതം പറഞ്ഞു, പുറത്തിറങ്ങുന്ന റിസ്ക് ആണ്. ഈ സമയം അഭിരാമി പറഞ്ഞു, ശരിയാ, പക്ഷെ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആരുടെയും കയ്യില്. അത് ശരിയാ, നിന്റെ ഫോട്ടോസ് ഒന്നും പോലീസുകാരുടെ ഇല്ല, അത് തന്നെ ഒരു ഭാഗ്യം. പക്ഷെ അങ്ങനെയല്ലോ, എന്നെ അറിയാലോ എന്ന് പറയാണ്. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാമേ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി താഴെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വരാം. അല്ല, എങ്ങോട്ട് പോകാനാ? എവിടെയാലും നിന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടേ ഇരുത്തണമല്ലോ, എന്നിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നാളെ നന്ദയുടെ അവാർഡ് ദാന ചടങ്ങുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞാണല്ലോ. അപ്പൊ അതിന് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അത് ശരിയാ, അന്ന് നീ എല്ലാം പാക്ക് ചെയ്ത് നോക്കി, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക. അങ്ങനെ ക്യാഷ് അടയ്ക്കുന്ന അവിടെ ചെന്നിട്ട് അഭിരാമിനെ കുറിച്ച് പറയാണ്. ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ആയോന്ന് ചോദിക്കുക. ഇത് കേട്ടും ക്യാഷ് അടയ്ക്കുന്ന അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ നോക്കിയിട്ട് പറഞ്ഞു, അതെ, അവിടെ നേഴ്സിംഗ് റൂമിൽ എടുത്ത കുറച്ച് മെഡിസിൻ്റെ ലിസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങിച്ചിവിടെ ഏൽപ്പിച്ചിട്ട് പോയിക്കോളാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലും വാങ്ങിച്ചോണ്ട് നേരെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് ഗൗതം പോവാണ്. ഈ സമയത്താണ് നന്ദയും പിങ്കി അങ്ങോട്ട് വരുന്നത്. നന്ദ പിങ്കിയോട് ചോദിച്ചു, അല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? നമ്മള് എങ്ങനെ കണ്ടെത്തി നിന്ന് ചോദിക്കുകയാണ് അഭിരാമിനെ. അതിനാണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് ചോദിച്ചു നോക്കിയാലോ അഭിരാമിനെ കുറിച്ച്. അല്ല, അവരങ്ങനെ പറഞ്ഞു തരുമോ? ചോദിച്ചു നോക്കാം. പിന്നെ നേരെ ക്യാഷ് കൗണ്ടർ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ചോദിച്ചു, അല്ല, അഭിരാമിനെ കുറിച്ച്, ഒരു പേഷ്യനെ കുറിച്ച് അറിയാൻ വന്നാന്ന് പറയാണ്. ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആയിച്ചു, അല്ല, നിങ്ങൾ അഭിരാമിയുടെ ആരാ? ഞങ്ങള് അഭിരാമിയുടെ ബന്ധുക്കാരാ. പെട്ടെന്ന് ചോദിച്ചാൽ, നന്നായി ബന്ധുക്കാരാണ്, പിന്നെ അഭിരാമിയുടെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമുണ്ടോ? അഭിരാമിയുടെ തന്നെ വിളിച്ചു ചോദിച്ചാൽ പോരെ? അല്ല, അവരുടെ റൂം നമ്പർ ഒക്കെ അറിയാനായിട്ട്, എന്നാ പിന്നെ അവര് നേരിട്ട് വിളിച്ചു ചോദിക്കാൻ പറയാ. ഇത് കേട്ടതും നന്ദയ്ക്കും പിങ്കിക്കും മനസ്സിലാക്കി കിട്ടാൻ പോകുന്നില്ലെന്ന്. അതെന്താ നിനക്ക് തരാൻ എന്താ ബുദ്ധിമുട്ടെന്താ? നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ബന്ധുക്കാരാന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. പിന്നീട് നന്ദ പറഞ്ഞു, ബാ പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കീനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല പിങ്കി. ബാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, എന്തേലും ക്ലൂ കിട്ടുമോ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് നന്ദേനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗതം എന്ത് ചെയ്യാണ്? ഗൗതം ക്യാഷ് കൗണ്ടറിലേക്ക് വന്നിട്ട് ആ മെഡിസിൻ ഇതെല്ലാം കൊടുക്കുവാണ്. അല്ല, ഇനിയിപ്പോ ഡിസ്ചാർജ് സമ്മറി കിട്ടുമോ? ബില്ല് പേ ചെയ്യാനുള്ള? അത് ബില്ല് പേ ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് തുക കുറെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തു നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ട്, ഇനി നിനക്ക് പോകാന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗൗതം നേരെ വരുവാണ്. അങ്ങനെ ഗൗതം നേരെ വന്നിട്ട് മുറിയിലേക്ക് വന്നിട്ട് അഭിരാമിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. ഡിസ്ചാർജായി, ഇനിയിപ്പോൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലോ. ഈ സമയത്താണ് നന്ദയും പിങ്കി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവര് വന്നപ്പോ ജസ്റ്റ് ഇവരങ്ങോട്ട് കടന്നുപോയി, കണ്ടില്ല. ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഗൗതത്തിന്. അങ്ങനെ അവർ നോക്കിയപ്പോഴത്തേനും ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് പിങ്കി ചോദിച്ചു, അല്ല, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്താ മാഡം? അല്ല, ഈ അഭിരാമി എന്ന് പറഞ്ഞ പേഷ്യന്റ് എത്ര നമ്പർ മുറിയിലാന്ന് അറിയാവുന്ന ചോദിക്കുക. അല്ല, ഞങ്ങള് വിളിച്ചിട്ട് കിട്ടുന്നില്ല, 3-4 വട്ടം ട്രൈ ചെയ്തു, പക്ഷെ റൂം നമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ റൂം നമ്പർ മറന്നുപോയെന്ന് പറയാം. പെട്ടെന്ന് നേഴ്സ് പറഞ്ഞു, 103 എന്ന് പറയണം. ഓക്കെ, താങ്ക് യു മാഡം എന്ന് പറയണം. കണ്ടില്ലേ, ഇവിടെ തന്നെയുണ്ട് അഭിരാമി എന്ന് പറയണം. പെട്ടെന്ന് നന്ദയം കൂട്ടിക്കൊണ്ട്
അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചെന്ന് ആ മുറി തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആരുമില്ല മുറിയില്. കാരണം ബെഡ്ഷീറ്റൊക്കെ ചുളുങ്ങിക്കൊടെ കിടപ്പുണ്ട്. ഇവിടെ ആരും ഉണ്ടായിരുന്നു, പക്ഷെ മുറിയിൽ ഇപ്പൊ ആരുമില്ല. നന്ദ പറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? അഭിരാമ പറഞ്ഞു ഇനിയിപ്പം ഒന്ന് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ തന്നെ പോയി ചോദിക്കാന്ന് പറയാം. അല്ല അവര് ചോദിച്ചിട്ടൊന്നും പറഞ്ഞല്ലോ, പോയി ചോദിക്കാം വരാനും പറഞ്ഞ് നന്ദയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ക്യാഷ് കൗണ്ടറിലേക്ക് വീണ്ടും ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു അതെ 103-ലുള്ള അഭിരാമി, എനിക്ക് ഞങ്ങൾക്ക് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞേ ഈ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതെ മര്യാദയ്ക്ക് പറഞ്ഞോ, അതാ നിങ്ങൾക്ക് നല്ലതെന്ന് പറയാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പ്രശ്നം ഇപ്പൊ തൽക്കാലത്തിനില്ല. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയും, പോലീസ് ഇവിടെ വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പം അവര് ആ പെൺകുട്ടി പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് എടുക്കുവാണ്. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയുടെ ഇതുണ്ടായിരുന്നു ഇവിടെ ഇരിപ്പ്. അപ്പൊ ആ കോപ്പി അങ്ങോട്ട് എടുക്കുവാണ്. അതെടുത്തിട്ട് നേരെ പിങ്കിയുടെയിലേക്ക് കൊടുക്കുക. പിങ്കി അത് നോക്കി. പിങ്കി അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഗൗതത്തിന്റെ ഒപ്പ്. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി പോകുന്നതല്ലേ. അപ്പൊ ഗൗതത്തിന്റെ ഒപ്പും കാര്യങ്ങളും എല്ലാം കണ്ടു. ഇത് പിങ്കി നന്ദേനെ കാണിക്കണം. നന്ദ ആകെപ്പാടെ തകർന്നു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളെ ഗൗതം ചതിച്ചുകൊണ്ടിരിക്കുകയെന്ന്? ഇപ്പൊ കണ്ടില്ലേ ഇത് ഗൗതത്തിന്റെ ഒപ്പല്ലേന്ന് ചോദിക്കും. അതെ ഇത് ഗൗതം സാറിന്റെ ഒപ്പാന്ന് പറയാ. പെട്ടെന്ന് നന്ദ കരയാൻ തുടങ്ങി. ദേ ഇവിടെ നിന്ന് കരയല്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമെന്ന് പറയാം. ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് നന്ദയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരിവിടെ നിന്ന് പോയിട്ടുണ്ട്, നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് നോക്കാം, ചിലപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് നന്ദയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഗൗതം അഭിരാമിയെയും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിരാമി പറഞ്ഞു ഇത് എവിടെയാന്ന് ചോദിക്കാം. ഇത് കുറച്ച് ദൂരെയാ. എനിക്ക് ഒത്തിരി ദൂരെയാണോ? എനിക്ക് തോന്നുന്നു കുറെ ദൂരം യാത്ര ചെയ്തപോലെ തോന്നുന്നുണ്ടേ. അത്ര ദൂരെയൊന്നുമല്ല, ഒരു 10-25 കിലോമീറ്റർ അത്രയേ ഉള്ളോ. പക്ഷെ എനിക്കാണെങ്കിൽ 1-2 മണിക്കൂർ യാത്ര ചെയ്ത പോലെ തോന്നും. കാരണം വണ്ടിയെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒട്ടും പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായത്. ഇത് കേട്ടാൻ ഗൗതം പറഞ്ഞു ശരിയാ, ആമിക്ക് ശരിക്കും ഒട്ടും പറ്റത്തില്ല. ഡോക്ടർ തന്നെ അവിടുന്ന് അവനെ വിട്ടപ്പോൾ തന്നെയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആണെന്ന്. അമ്മയുടെ കണ്ടീഷൻ മോശമാണെന്നുള്ള കാര്യം. എന്നാലും ഗൗതം എനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം റിസ്ക് എടുക്കണേ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കാരണം എന്റെ സൂർജന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അഭിരാമി പറഞ്ഞു ഒരു പക്ഷേങ്കിൽ സൂരജ് പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ രക്ഷകനായിട്ട് ഗൗതം വരുമെന്നുള്ള കാര്യം. സൂരജ് ഗൗതത്തിന്റെ ജീവൻ തിരികെ തന്നു കഴിഞ്ഞപ്പോൾ സൂരജിന്റെ കുഞ്ഞിനെ തന്നെ, അതിന്റെ ജീവൻ തന്നെ തിരികെ പിടിക്കാനായിട്ട് ഗൗതം ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നുള്ള കാര്യം സൂരജ് പോലും വിചാരിക്കുന്നുണ്ടായിരിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു നീ എന്തിനാ എപ്പോഴും സൂരജിനെ കുറിച്ച് ഓർക്കണേ? സൂരജിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുക വേണ്ടെന്ന് പറയാം. എന്നാലും എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. പിന്നീട് ഗൗതം ചോദിച്ചു അല്ല ആമി, നിന്റെ വീട്ടുകാര് അവർക്ക് നിന്നെ കുറിച്ചൊക്കെ അറിയാവുന്ന ചോദിക്കാം. വീട്ടിൽ അറിയാവുന്ന ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാം. അവരാണെങ്കിലോ വല്ലാത്ത ടെൻഷനിലോ. എന്റെ നെഞ്ചിലൊരു ടൈം ബോംബ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനും. അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവര് പ്രാർത്ഥിക്കുന്ന ഒരു കാരണവശാലും എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറലോകം അറിയുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോണേന്ന് ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ഞാനൊരു തീവ്രവാദിയെന്ന് പുറലോകം അറിയരുത്. അങ്ങനെ എൻ്റെ അമ്മയും അനീത്തിമാരും ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഇത് കേട്ടപ്പോൾ ഗൗതം പിന്നെ എന്തിനാ അമ്മ നീ പണിക്ക് പോകുന്നേ? അല്ല ഗൗതം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോയി, എനിക്ക് ഇതിനകത്തൊന്നും രക്ഷയില്ലെന്ന് പറയാം. ഓഹോ അപ്പം നിനക്ക് ഇത് ഡെലിവറി കഴിഞ്ഞാലും പിന്നെ നീ ഈ മാർഗം തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കാം. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഞാൻ ഇനി ഈ മാർഗം തിരഞ്ഞെടുക്കത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ആരുടെയും കയ്യിലില്ല. പക്ഷേങ്കിൽ ഇനി പിന്നീട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതിരിക്കില്ലെന്ന് പറയാം. ഗൗതം പറഞ്ഞു ശരിയാ. സമയം അഭിരാമി പറഞ്ഞു എനിക്കൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ. ഗൗതത്തിന് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നെ ഇത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ട് അവസാനം ഗൗതം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ ഗൗതം വല്ലാത്ത പ്രതിസന്ധിയിലാവുമല്ലോ എന്ന് ചോദിക്കുക. ഞാനിപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ പോലീസ് പിടിയിലായിട്ടുണ്ടെങ്കിൽ അവരുടെ ടോർച്ചറിങ് കാര്യങ്ങൾ എല്ലാം ഞാൻ അകക്കണ്ണി കാണുമെന്ന് പറയാം. ഗൗതം പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിക്കുക വേണ്ടെന്ന് പറയാണ്. ഞാൻ ചിന്തിക്കണം ഗൗതം, കാരണം ഞാൻ ഒരു തീവ്രവാദിയാണ്. അപ്പൊ എപ്പം വേണം ഏത് നിമിഷം വേണം പോലീസ് പിടിയിലാകപ്പെടാം. പക്ഷെ ഗൗതത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു തീവ്രവാദിയെ സഹായിച്ചതിന്റെ പേരിൽ ഗൗതത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഗൗതം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിനേക്കാളും വലുത് ഇപ്പം ആമിയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിന്റെ ജീവനാണ്. കാരണം ഞാൻ എത്രമാത്രം അതിന് വിലമതിക്കുന്നു. എന്റെ ജീവിതം പോലും നഷ്ടപ്പെടുത്തിയാണ് ഇപ്പം ഞാൻ കൂടെ നിൽക്കുന്നത്. പിന്നെ നന്ദ, അവളുടെ കാര്യത്തിൽ എനിക്കൊരു വിഷമമുള്ളെന്ന് പറയാം. അല്ല നന്ദയോട് എന്നാ എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എല്ലാവരും ചോദിക്കും. ബെസ്റ്റ്. അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? അവളെ ഒരു പോലീസുകാരന്റെ മോളാ.
പോരാത്തിന് അവളുടെ കയ്യിലൊരു തൊപ്പിയും കാര്യങ്ങളും യൂണിഫോമും ഇല്ലെന്നേ ഉള്ളൂ. അവൾ അതിനേക്കാളും വലിയൊരു ടീമാന്ന് പറയാ. ഇതെങ്ങാനും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ആഹാ, അത്രയ്ക്ക് മിടിക്കാണോ അവള്? അതേന്നോ? മിടിക്കാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അവള് നേരെ വാ നേരെ പോന്നുള്ള ചിന്താഗതിക്കാരിയാ. അവൾക്കിതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവള് സത്യത്തിന്റെ നീതിയുടെ ഒപ്പം എപ്പോഴും നിൽക്കാറുള്ളൂ പറയാ. ഇത് കേട്ടപ്പം ഇങ്ങനെ ഗൗതത്തിനെ നോക്കുകയാണ് അഭിരാമി. പിന്നീട് പറഞ്ഞു, അതെ നാളെ അവിടെ അവളുടെ ചടങ്ങ, അതിൽ പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയാം. ഇത് കേട്ടാ അഭിരാമി പറഞ്ഞു, അതിന് ഗൗതം പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല ഡോക്ടറെങ്ങാനും ഇനി വന്നാലോ? ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറയണ്ടേ? കാരണം നിന്നെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഡിസ്ചാർജ് വാങ്ങി വന്നല്ലേന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ഡോക്ടർ വരുമെന്ന് തോന്നില്ല, കാരണം ഇത്ര സമയമായില്ലേ. പറയാൻ പറ്റില്ല, കാരണം ഒരു കേസ് ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് അന്വേഷിക്കണ്ടേ, വന്ന് പരിശോധനയൊക്കെ നടത്തണ്ടേ. അതുകൊണ്ട് വരുമായിരിക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാം, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ലെന്ന് പറയാം. ഈ സമയം അഭിരാം പറഞ്ഞു, എന്തിനാ ഗൗതം എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്നേ? ശരിക്കും പറഞ്ഞാൽ ഗൗതം ഇല്ലായിരുന്നെങ്കിൽ ഈ സമയം ഞാൻ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞും എമ്പണ്ടേ മുകളിലേക്ക് പോയനും സൂര്യനോടൊപ്പം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അഭിരാമിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.